ഞാൻ ഒരു ഉറപ്പ് പറയില്ല, ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. പറഞ്ഞു 1 രൂപ പോലും ഓന് കൊടുത്തിട്ടില്ല എന്നാടാ പറഞ്ഞത്. ഓൻ എങ്ങനെ പറയുക? 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്. എന്തൊരു പച്ച കള്ളാന്നത് ചോദിക്കണം. അത്രയും പച്ച കള്ളം പറഞ്ഞിട്ട് എന്നെ അത്രയും കള്ളനൊക്കെ എന്നെ കള്ളാനാ വിളിക്കുന്ന ആൾക്കാർ, മനസ്സിലാ? എന്നെ കള്ളാനാ വിളിക്കുന്നത്. ഇവന്റെ നക്കാപ്പിച്ച 30,000 മാസം യൂട്യൂബിൽ നിന്ന് വരുന്ന തീട്ട പൈസക്ക് വേണ്ടിട്ട് ഞാൻ ചെയ്തെന്നാടാ പറഞ്ഞത്. ഇത് നിങ്ങൾ ചോദിക്കണം ഗൈസ്, ഇത് നിങ്ങൾ ചോദിക്കണം. പോക്സോ അല്ലേ, പോക്സോ കേസിൽ നിന്നെ പെടുത്തും. പൈസയാണ് വേണ്ടത് ഇവർക്ക്, പൈസ വേണം ഇവർക്ക്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേന്ന് ഞാൻ ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നയാടാ. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല, ഓക്കെ. പിന്നെ ഓൻ്റെ വീട് പുതിയ ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെ താമസം മാറ്റാൻ ചിന്തിച്ചോനെ ഞാൻ പൊട്ടനായിരുന്നു. പൊട്ടനായിരുന്നു ഞാൻ. ടൈലക്ക് മൊത്തത്തിൽ അങ്ങ് വലിച്ച് കീറിയാലോ. മൊത്തത്തിൽ ഇവൻ ആത്മഹത്യ കേട്ടറാ അല്ല. മൊത്തം ഇവന്റെ എല്ലാം അങ്ങ് പുറത്താക്കട്ടെ കഴിച്ച്, ഞാൻ എല്ലാം അങ്ങ് പുറത്താക്കട്ടെ. സ്ക്രിപ്റ്റ് ഐ വിഷ് ബ്രോ, ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു സത്യം പറയാലോ. ഇപ്പം പെട്ടെന്ന് ഞാൻ ഇതൊക്കെ സ്ക്രിപ്റ്റ് ആയിരുന്നു ഗൈസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും അപ്പുറത്തും ഇപ്പുറത്തും ചാടി വരുന്നു ഗ്യാങ് മെമ്പേഴ്സ്. ഇത് സ്ക്രിപ്റ്റ് ആയിരുന്നു. എന്നിട്ട് നമ്മൾ പഴയ പോലെ ഫൺ എൻ്റർടൈനിങ് ലൈവ് കൊണ്ടുവന്നു. ഞാൻ ആഗ്രഹിച്ചു തോന്നുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലടാ മനുഷ്യന്മാർ. 3 മാസം മുമ്പ് എനിക്ക് മനസ്സിലായ കാര്യം. 3 മാസം മുമ്പ് ഞാൻ ഒരക്ഷരം ഒരാളോട് പറയാണ്ട് 3 മാസമായിട്ട് ഈ പെയിൻ ഉള്ളിൽ കൊണ്ട് ഞാൻ ജീവിക്കാം. അല്ലല്ല, ഞാൻ പറയുന്ന ഓരോ വേർഡ്സിനും പ്രൂഫ് ആയിട്ടേ ഞാൻ വെറുതെ ബ്ലഫ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പോലും ഞാൻ പ്രൂഫില്ലാണ്ട് പറയില്ല, ഓക്കെ. ഈ ലൈവ് തുടങ്ങി തീരുന്നവരെ ഒരു സെൻറ്റൻസ് പോലും. ഇപ്പം ഷമീർ ഇന്നലെ ലൈവ് ചെയ്തു 2 മണിക്കൂർ ഇരുന്ന് പാച്ചക്കള്ളം സംസാരിച്ചു എന്നെക്കുറിച്ച്. പാച്ചക്കള്ളം 2 മണിക്കൂർ, ഓക്കെ. ഞാൻ ഇത് എത്ര സമയം ലൈവ് ചെയ്യുന്ന അറിയില്ല. 2 മണിക്കൂർ ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ 2 മണിക്കൂറിൽ ഓരോ സെൻറ്റൻസിനും ഞാൻ പ്രൂഫ് വെച്ചിട്ട് ഞാൻ സംസാരിക്കും, ഓക്കെ. ഓൻ ആ 2 മണിക്കൂർ ലൈവ് ചെയ്തിട്ട് ഒരൊറ്റ സാധനം കാണിച്ചത് ഓൻ്റെ ആഡ്സെൻസ് ഇങ്ങനെ എന്തോ ആക്കിയിട്ട് എന്തോ ഒരു കാണിച്ചിട്ട് ഇങ്ങനെ. നോ ബ്രോ, സോളിഡ് പ്രൂഫ്, എല്ലാം കറക്റ്റ്. എന്തൊക്കെ സംഭവിച്ചു, എങ്ങനെ ഇത് സ്റ്റാർട്ടായി, എന്തെല്ലാം കാര്യങ്ങൾ എല്ലാം ഞാൻ പറയും. ഞാൻ ഒരു ഉറപ്പ് പറയില്ല, ലൈവ് തീരുന്നതോടുകൂടി ആ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന 3 പേരിൽ ആരെങ്കിലും ഒരാൾ തൂങ്ങിച്ചാവും. അല്ലെങ്കിൽ ഇത് തീരുന്നതോടുകൂടി തീരുമാനമാവടാ. ഈ ലൈവ് തീരുന്നതോടുകൂടി കാര്യങ്ങൾ തീരുമാനം. ഞാൻ അത്രയും കോൺഫിഡൻസിൽ ഇതിരുന്ന് പറയണമെങ്കിൽ ആലോചിച്ചോ, ഓക്കെ. സ്ക്രിപ്റ്റ് ഓക്കെ, ഞങ്ങൾക്കൊന്ന് സ്റ്റാർട്ട് കിട്ടട്ടെ. എനിക്കിത് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യണ്ടോ മോനെ. സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫ്ലോയിൽ ഞാൻ അങ്ങ് പോയിക്കോളും, മനസ്സിലായോ? ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞുതരാം. 3500+ സോളിഡ് പ്രൂഫുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ 3182 ഓഡിയോസാണ്, കോൾ റെക്കോർഡിങ്സും അല്ലാത്ത വാട്സപ്പ് ഓഡിയോസും അതും ഇതൊക്കെ ആയിട്ട്. ബാക്കി ഒരുപാട് വീഡിയോസ്, കുറേ സ്ക്രീൻഷോട്ട്സ്, പിന്നെ ബാക്കി ലൈവ് പ്രൂഫായിട്ടും കാണിക്കാൻ പറ്റും. അത്രയും സാധനങ്ങളുണ്ട്. അതൊരിക്കലും ഈ 1-2 മണിക്കൂറിൽ തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇതിൻ്റെ ബാക്കി നാളെ റാംബോ ശരത്ത് വന്നിട്ട് തീർക്കട്ടെ. അല്ലെങ്കിൽ ഞാൻ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിനായിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ മുന്നിൽ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ എന്തായാലും വിട്ടുപോകും. ഞാൻ വിട്ടുപോകുന്നതൊക്കെ നാളെ ശരത്ത് ലൈവ് വന്നിട്ട് കവർ ചെയ്തോളും, ഓക്കെ. ഞാൻ എന്തായാലും കുറേ കാര്യങ്ങൾ എന്തായാലും ഇത് ഫുള്ള് എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. എല്ലാ സാധനങ്ങളും എനിക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അത്രയും കാര്യങ്ങളുണ്ട്, ഓക്കെ. അത്രയും കാര്യങ്ങളുണ്ട്, ഓക്കെ. മമ്മു ഹൗസ്, ഓക്കെ. മമ്മൂൻ്റെ കയ്യിൽ തുടങ്ങാം, ഓക്കെ. മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി, ഓക്കെ. ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പൈസ ഞാനിവന് കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ആയിട്ടും ബൈ ഹാൻഡ് ആയിട്ടും സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടായാലും ചെയ്തു കൊടുത്തിട്ടായാലും എത്രയോ പൈസ. എല്ലാത്തിൻ്റെയും പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഇതൊന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചു തരും. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല, ഓക്കെ.
പിന്നെ ഓൻ്റെ വീട് പുതിയ ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെ താമസം മാറ്റാൻ ചിന്തിച്ചോനെ ഞാൻ പൊട്ടനായിരുന്നു ഞാൻ. അതിൻ്റെ ഇടക്കാണ് 3 മാസം മുമ്പ് ഇവരെ മൊത്തത്തിലുള്ള ഇവരെ ടീമിൻ്റെ ഓപ്പറേഷൻ ഞാൻ പിടിച്ചത്. ഓക്കെ, പ്രൂഫ് ആദ്യം കാണിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. വെറും ഒരു ഗൂഗിൾ പേയിലെ കാര്യമാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിനക്ക് വേറൊരു ഗൂഗിൾ പേ. എടാ ശരത്ത ഇതിൽ സ്ക്രീൻ ഷെയർ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ക്യാമറയിൽ കാണിക്കാം, അതാണ് നല്ലത്. ഗൂഗിൾ പേ തുറന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മമ്മുവിൻ്റെ ഒന്ന് ഫോക്കസ് ചെയ്യണേ. ശരത്തിനൊന്ന് വിളിച്ചേ. ഇതിൽ കുറേ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട. ഇത് നമ്പർ ലീക്കായാലും എനിക്ക് ഒരു കുഴപ്പമില്ല മോനെ. ഇതാ മുഹമ്മദ് കെ, മമ്മൂൻ്റെ അക്കൗണ്ടായത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ ഉണ്ട്. ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തിട്ടില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അതിലൊന്ന് പിന്നെ വേറെ ശരത്തെ മറ്റേ ഫോണൊന്നും എടുത്തേ. അതിൻ്റെ ഗൂഗിൾ പേയും കൂടി ഒന്ന് മമ്മൂൻ്റെ ഒന്ന് തുറന്ന് വെക്കണേ. ഇതാ കണ്ടോ, ഇതൊരു ലോങ് ലൈവായിരിക്കും ഗൈസ്. അത്രയും സാധനങ്ങൾ കാണിക്കാനുണ്ട്, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ മമ്മൂൻ്റെ ഗൂഗിൾ പേ തുറന്നിട്ട് ഇത് കാണിക്കാൻ പറയാം. ഒറിജിനൽ, അതായത് ഇത് ഐഫോണാണ്. ഐഫോണിൻ്റെ ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. ഓക്കെ, ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. നമുക്കിത് ഫുള്ള് കാണിച്ച് കഴിക്കട്ടെ, എന്നിട്ട് ഞാൻ റിപ്ലൈ തരാം. ഇതാ മമ്മൂൻ്റെ അക്കൗണ്ടാണ്. ഇത് ഫേക്ക് ആണെങ്കിൽ മമ്മൂൻ്റെ അത് കാണിച്ചാൽ ഇതാവുമല്ലോ. മമ്മൂൻ്റെ ഫോണ് തുറന്നിട്ട് ഇത് കാണിക്കട്ടെ. ഓക്കെ, ഇത് ഫേക്കാന്ന് പറയുന്നവരാണേ. ഇത് കണ്ടോ, ഇത് ഗൂഗിൾ പേ ഒറിജിനൽ. ആപ്പിൾ അങ്ങനെ ഇതാക്കാൻ പറ്റുമോ? ആപ്പിളിൽ ഫേക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. പറ്റുമോ? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം, കുഴപ്പമില്ല. ഞാനൊരു കാര്യം പറ്റേ, ഈ 3500 തെളിവുകൾ എനിക്ക് ഒരിക്കലും ഇന്ന് കാണിച്ചു തീർക്കാൻ പറ്റില്ല. നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് ശരത്ത് വരും. ഇതിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ എക്സ്ട്രാ വേണ്ട സാധനങ്ങളുണ്ട്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടോ, കമൻസിൽ എവിടെ വെച്ചാൽ ടൈപ്പ് ചെയ്തിട്ടോ, നാളെ ശരത്തൊന്ന് കാണിക്കും. കാരണം ഇന്നത്തെ ഇതോടുകൂടി എനിക്ക് ഇതിൽ നിന്ന് ഒഴിയണം. ഓക്കെ, ഇവരുടെ ഈ ഡാർക്ക് സാധനങ്ങൾ, ഈ ഹൊറർ സ്റ്റോറി എനിക്ക് നിങ്ങളെ ഇതെല്ലാം ചെറിയ കേസാണ്. ഈ ഗൂഗിൾ പേയും ഇതെല്ലാം ചെറിയ, ഞാൻ സ്റ്റാർട്ട് ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നതാ. ഓക്കെ, എടാ ഓൻ പറഞ്ഞു 1 രൂപ പോലും ഓന് കൊടുത്തിട്ടില്ല എന്നാടാ പറഞ്ഞത്. ഓൻ എങ്ങനെ പറയുക? 1 രൂപ പോലും കൊടുത്തിട്ടില്ലാന്ന്. എന്തൊരു പച്ച കള്ളാന്നത്. ഈസ് ഇൻ ദിസ് ഓൾ ഫോർ യുവർ ഓൺ ഗുഡ്. എടാ എൻ്റെ ഗുഡിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാടാ അവരെ തീറ്റിപ്പോറ്റെന്ന്? അല്ലെങ്കിൽ എനിക്ക് വേറെ ആരെങ്കിലും നോക്കി ടാലൻ്റ് ഉള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എന്തെങ്കിലും കാര്യമുള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എടാ ഞാൻ എടുത്ത ആൾക്കാർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവരൊരിക്കലും ചതിക്കൂല എന്നുള്ളൊരു മൈൻഡായിരുന്നു എനിക്ക്. മനസ്സിലായോ? ഇവരെല്ലാം വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഇവരിങ്ങനെ വിഷം കുത്തുത്ത് എനിക്കറിയില്ലല്ലോ. വെഡിങ്ങാ? ആരെ വെഡിങ്ങാ? മനസ്സിലായില്ല. GF ഇല്ല, അതൊന്നും ഇപ്പം അതെടാ പേഴ്സണൽ. ഇത് ഷെമീർ ഇന്നലെ ഒരു വെറും തന്തയില്ലായ്മ ഇന്നലെ കാണിച്ചത്. എൻ്റെ ഗേൾ ഫ്രണ്ട് ഇതെല്ലാം അതിലേക്ക് ഇതാക്കേണ്ടത്. ഓൻ അറിയാത്ത പോലെ ഫോണ് പെട്ടെന്ന് ഇതായിട്ട് ഗാലറിയിൽ നിന്ന് ഏതോ ഫോട്ടോ അറിയാണ്ട് കണ്ട പോലെ, അയ്യോ അറിയാണ്ട് കണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഓൾ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചേക്കാം. എന്തിൻ്റെ ആവശ്യമുണ്ട്? അതിൻ്റെ എന്താ ആവശ്യമുള്ളത്? അടി ഇവർക്ക് പൈസയാണ് വേണ്ടതെങ്കിൽ ഞാൻ ആദ്യം ഓക്കെ ഇതൊക്കെ വിടും. പ്രൂഫ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചറ പറയാൻ കാണിച്ചില്ല. ഞാൻ ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞോട്ടെ.
ഓക്കെ, അതായത് 3 മാസം മുന്നേ ഗ്യാങ് പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് കുറച്ച് ഡാർക്കായിരിക്കും, ഒന്ന് പിടിച്ചിരുന്നോ, ഇത് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആകാൻ പാടായിരിക്കും. ഓക്കെ, പക്ഷെ എല്ലാത്തിനും ക്ലിയർ കട്ട് പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഓക്കെ, 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷമീറാണ്. ഓക്കെ, അത്രയും കാലം ഇല്ലാത്ത ഒരു ഗ്രീഡും ഒരു അത്യാഗ്രഹവും ഷമീറിന് വന്നു. അന്ന് ഷമീറിനെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സ്കൈ റോക്കറ്റ്, അതായത് ഓൻ എന്നെക്കാളും ബെറ്റർ ആണെന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. മനസ്സിലായോ? ഓൻ അത്രയും സ്കൈ റോക്കറ്റ് ചെയ്യണം, ഓൻ അത്രയും മുകളിൽ എത്തണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് വന്നുപോയി. അതിൽ ഞാൻ ഒന്നും നോക്കാണ്ട് മൊത്തം എൻ്റെ വാച്ചിങ് മൊത്തം, എൻ്റെ സ്റ്റോറി, എൻ്റെ റീല്, എല്ലാത്തിലും ഇവനെ കൊളാബ്, എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ലൈവിൻ്റെ ഓഡിയൻസ് മൊത്തം അങ്ങോട്ടേക്ക് കൺവേർട്ട്. ചില ലൈവുകൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യാണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് നേരെ ഷമീറിൻ്റെ ലൈവിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ ഇതാക്കിയിട്ട് പുഷ് ചെയ്തിട്ട് ഇവന് എക്സ്ട്രീം റീച്ച് വന്നു. അതിൽ ഏത് മനുഷ്യനും മാറും. ഓക്കെ, ഗ്രീഡിന് വേണ്ടിയിട്ട്, പൈസക്ക് വേണ്ടിയിട്ട്, ഓക്കെ പൈസക്ക് വേണ്ടിയിട്ട് ഓൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ സഹിക്കും. പക്ഷെ മോനെ, ഇത്രയും ഓനക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ എന്നെ കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം എന്ന് ഓൻ ചിന്തിച്ചില്ലെങ്കിൽ, ഷമീറിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചില്ല. ഷമീറിൻ്റെ കാര്യം അത് നിങ്ങൾ അറിയണം. മമ്മൂൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഷമീറിലേക്ക് കിടക്കാം. ഷമീറിൻ്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇവനെ ഞാൻ റീച്ച് ആക്കിയതിന് ശേഷം ഇവന് ഗ്രീഡ് കയറി. ഇവന് എന്നെക്കാളും മുകളിലേക്ക്, എന്നെക്കാളും പൈസ ഉണ്ടാക്കണം, എന്നെക്കാളും റീച്ച് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഇവൻ്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ, വാട്ട് അബൌട്ട് ഷഡ്ഡിയോ? എടാ, ഓനെന്താ ഇന്നലെ പറഞ്ഞത്? ഷഡ്ഡി ഡാൻസ് ഞാൻ നിർബന്ധിച്ച് കളിപ്പിച്ചതെന്ന്. അല്ല, ഞാൻ നിർബന്ധിച്ച് ഷഡ്ഡി ഡാൻസ് കളിപ്പിച്ചതെന്ന്. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പ്രൂഫ് വരുന്നുണ്ടല്ലോ. ഓൻ പറയുന്നതിന് എന്ത് പ്രൂഫാണ് ഉള്ളത്? ഓൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന് ഞാനിപ്പോൾ ഇത്രയും പ്രൂഫുകളായിട്ട് ഇട്ടിരിക്കുന്നത്. ഓൻ സംസാരിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രൂഫ് ആ ആഡ്സെൻസിന് ഇങ്ങനെ കാണിച്ചു തന്നിട്ട്, ഓക്കെ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ല, അതിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3 മാസം മുമ്പ് ഇവൻ 0-ൽ തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവന് ഭയങ്കര ഈഗോവും എക്സ്ട്രീം അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം. പണ്ട് മുതലേ എനിക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അല്ല അതിന് മുന്നേ ഒരു കാര്യം പറയാം. യൂട്യൂബ് ചാനലിൻ്റെ ഈ ലൈവിൻ്റെ എല്ലാം കാര്യത്തിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, ഈ ഷമീറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 12 വർഷമായി എന്ന് പറഞ്ഞല്ലോ. ഈ 12 വർഷം മുന്നേ ചെറുപ്പത്തിൽ ഞാൻ, ഷമീർ, ഫസൽ, മുനു, നമ്മളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അതിൽ ഷമീർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെയൊന്നുമല്ല, നമ്മൾ എല്ലാവരും ഒരു 5-6 പേര് ഒരുമിച്ചൊരു കൂട്ടം. ഓക്കെ, ഞാൻ ഈ ലൈവിൽ വന്നിട്ട് മുനുവിനെ പോലും ഞാൻ സൈഡാക്കി നിർത്തിയിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഉള്ളിലേക്ക് ഞാൻ ഇഞ്ചെക്ട് ചെയ്തു. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ കറക്റ്റ് പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുപാട് സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇവന്മാരെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ക്രിപ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെറുതെ ഏതെങ്കിലും കയറി വന്ന് ഒരുത്തനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും അവനെ സപ്പോർട്ട് ചെയ്യില്ല, ഒരിക്കലും അവനെ ഫോളോ ചെയ്യില്ല, അവൻ്റെ ബാക്കിൽ നിന്നേ പോകില്ല. അവനക്ക് വ്യൂസോ, അവനക്ക് പൈസയോ, അവനക്ക് റീച്ചോ കൂടില്ല. അതെനിക്ക് അറിയുന്നതുകൊണ്ട് ഓൻ എൻ്റെ അത്രയും ആത്മാർത്ഥ സുഹൃത്താണ്. ഓൻ ഒരിക്കലും തെറ്റ് ചെയ്യില്ല, ഓൻ ഒരിക്കലും ചതിക്കൂല. അത്രയും ബോണ്ടൊക്കെ ഫേക്ക് ചെയ്തിട്ട്, സ്ക്രിപ്റ്റ് ചെയ്തിട്ട് ഞാൻ ഓൻ്റെ അടുത്തേക്ക് വ്യൂവർഷിപ്പ് ഞാൻ എത്തിച്ചു. അത് ഞാൻ ചെയ്ത തെറ്റാണ്. ഓക്കെ, അത് ഞാൻ ചെയ്ത തെറ്റാണ്. ഇവൻ പണ്ട് എൻ്റെ കൂടെ കുറച്ച് കാലം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവനൊരു പോക്ക് പോയി. ഇവന് കുറച്ച് പുതിയ ആൾക്കാരെ കിട്ടിയപ്പോൾ, ആരൊക്കെ കിട്ടിയപ്പോൾ എനിക്കറിയില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള കുറേ കഥകളുണ്ടാവും. ഒന്ന് പറഞ്ഞ കുറേ ലോങ്ങായിപ്പോൾ ഇവൻ പോയി. പിന്നെ ഇവൻ പൊങ്ങുന്നത് ഞാൻ ഇതായിക്കതിന് ശേഷം, അതായത് ഞാൻ ഫേമസ് ആയതിനു ശേഷമാണ് ഇവൻ എൻ്റെ അടുത്തേക്ക് പിന്നെയും വരുന്നത്. ഓക്കെ, ഈ സാധനമൊന്നും ഞാൻ ഷമീറിനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ചെറുപ്പം മുതൽ ഇതേവരെ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന കൂട്ടുകാരെന്നാണ്. ഓക്കെ, അങ്ങനെയല്ല. ഇത് ഞാൻ പറയേണ്ടി വരുന്നത് ഗൈസ്, ഈ ഷമീറിൻ്റെ ഫേസ് തുറന്ന് കാട്ടേണ്ടി വരുന്നത് ഇന്നലെ അവർ ചെയ്ത ആ പരിപാടിക്ക് വേണ്ടിയാണ്. ഓക്കെ, 3 മാസം മുമ്പ് അത്രയും എൻ്റെ ഹാർട്ട് ബ്രേക്കിംഗ്, അത്രയും ഒരു ഹൊറിബിൾ ഒരു അനുഭവം എനിക്ക് തന്നിട്ട് പോയിട്ട് അതുവരെ ഞാൻ ക്ഷമിച്ചതാണ്. പക്ഷേ ഇന്നലെ വന്നിട്ട് പച്ച കള്ളങ്ങൾ ആ ലൈവ് മൊത്തം ഇരുന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അതിന് വേണ്ടി മാത്രമേ ഞാൻ ഇത് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ ഫേമസ് ആയതിനു ശേഷം ഇവൻ തിരിച്ചു കയറി. ഇവൻ എൻ്റെ കൈയും കാലും പിടിച്ചിട്ട് ഇവന് റീച്ച് ആവണം, ഇവന് പൈസ ഉണ്ടാക്കണം, ഇവന് ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. ഓക്കെ, ഗൾഫിലെ ജോലി ചെയ്യാൻ പറ്റൂല. സ്റ്റിൽ സ്ക്രിപ്റ്റിംഗ് ടു സ്ക്രിപ്റ്റ്. ഓക്കെ, ഈ ഞാൻ പറയുന്ന ഈ ലൈവ് തീരുന്നവരെ സ്ക്രിപ്റ്റ് എന്നുള്ള കമൻറ്റ് എന്തായാലും വരും. അല്ല തീരുന്നവരെ ഉണ്ടാവില്ല കേട്ടോ. തീരുന്നവരെ സ്ക്രിപ്റ്റ് കുറച്ച് സമയം കഴിയുമ്പോൾ കാര്യങ്ങൾ മാറും. കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്തിടുമ്പോൾ ഈ സ്ക്രിപ്റ്റ് എന്നുള്ള വാക്കേ മാഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ അവിടെ നിർത്തിയത്, ഇവൻ തിരിച്ചു വന്ന് ഇവന് വേണ്ടതെല്ലാം ഞാൻ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇവൻ ബാക്കിൽ നിന്ന് പണി തുടങ്ങി.
മനസ്സിലാവും. ആദ്യം തന്നെ ഇവൻ പറഞ്ഞ കളവിൽ നമുക്ക് തുടങ്ങാം. അതായത് ഇവൻ അത്രയും കാലം സ്ട്രീം ചെയ്ത് 3-4 ലക്ഷം രൂപ ഞാൻ എടുത്തു. ഓക്കെ, എൻ്റെ അക്കൗണ്ടിലേക്കാണ് 3-4 ലക്ഷം രൂപ വന്നുകൊണ്ടിരുന്നത്. ഓക്കെ, 3-4 ലക്ഷം രൂപ ഇവൻ സ്ട്രീം ചെയ്യുന്നതിൻ്റെ പൈസ എൻ്റെ കയ്യിലാണ് വന്നുകൊണ്ടിരുന്നതെന്ന് ഓൻ പറഞ്ഞല്ലോ. അത് കളവാന്ന് ഇപ്പം തെളിയിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഈ എല്ലാം ഇടുന്നത്, സ്ക്രിപ്റ്റ് ഇടുന്നത് ഇതാക്കുമോ? ക്ലിയർ ആയിട്ട് അത് നിങ്ങൾ കേട്ടാന്നല്ലോ. 4 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വന്നതെന്ന് ഇവൻ പറഞ്ഞത് നിങ്ങൾ കേട്ടാന്നല്ലോ, അല്ല. എന്നിട്ട് ഇവൻ കാണിക്കുകയും ചെയ്ത് എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇവൻ്റെ യൂട്യൂബായിട്ട് കണക്ട് ചെയ്തതിൻ്റെ എന്തോ ഒരു സാധനം പി സിയിൽ ഇവൻ കാണിക്കുകയും ചെയ്തു, അല്ലേ? ഇത്ര വരെ ഓക്കെ ആണല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇവൻ 0 എന്ന് യൂട്യൂബിൽ തുടങ്ങുന്നത് ഇവന് ഭയങ്കര ബുദ്ധിമുട്ട്, ഇവന് ഭയങ്കര ഈഗോ ആണ്. അതുകൊണ്ട് എൻ്റെ ഒരു സെക്കൻഡ് ചാനലുണ്ട്, ഒരു 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള, എത്രയാണ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, 80K 90K എത്രയാണ് എനിക്ക് ഓർമ്മയില്ല, 100K അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉള്ള എൻ്റെ സെക്കൻഡ് ചാനൽ പേര് മാറ്റിയിട്ട് ഞാൻ ഷമീറിന് കൊടുത്തു. അതിൽ എൻ്റെ അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്, അതിൽ എൻ്റെ ആഡ്സെൻസും എൻ്റെ ബാങ്ക് അക്കൗണ്ടാണ് ആഡ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഞാൻ ഇവന് കൊടുത്തു. ഓക്കെ, ഇവൻ ലൈവ് ചെയ്യാൻ തുടങ്ങി. അതിൽ ഓൾറെഡി എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ഒരു റവന്യൂ ആടെ ഉണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ പ്രൂഫ് ഞാൻ ഇപ്പം കാണിക്കും. ഓക്കെ, അത് ഓൻ്റെ യൂട്യൂബ് എടുത്തിട്ട് ഓനോട് ലൈവിൽ പറയണം, നിൻ്റെ യൂട്യൂബ് എടുത്തിട്ട് ഈ ഹിസ്റ്ററി കാണിക്കണം, നിൻ്റെ പേയ്മെൻറ്റ് ഹിസ്റ്ററി കാണിക്കണം. നിങ്ങൾ ചോദിക്കണം ഗൈസ്, നിങ്ങൾ ചോദിക്കണം. അത്രയും പച്ച കള്ളം പറഞ്ഞിട്ട് എന്നെ അത്രയും കള്ളനൊക്കെ, എന്നെ കള്ളാണോ വിളിക്കുന്ന ആൾക്കാർ, മനസ്സിലാ? എന്നെ കള്ളാണോ വിളിക്കുന്നത്. ഇവൻ്റെ നക്കാപ്പിച്ച 30,000 മാസം യൂട്യൂബിൽ നിന്ന് വരുന്ന തീട്ട പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെന്നാണ് പറഞ്ഞത്. ഇത് നിങ്ങൾ ചോദിക്കണം ഗൈസ്, ഇത് നിങ്ങൾ ചോദിക്കണം. ഓക്കെ, ഇതാ കേട്ടോ, ഇവൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൽ എൻ്റെ അക്കൗണ്ട് കണക്ട് ആയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ പ്രൂഫ് ഞാൻ കാണിച്ചു തരാം. ഇവൻ്റെ യൂട്യൂബ് അക്കൗണ്ടിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിൽ എത്ര പേയ്മെൻറ്റ് വന്നു എന്നെല്ലാം കാണാൻ പറ്റും. അതിൽ ഇവൻ യൂട്യൂബ് ലൈവ് തുടങ്ങുന്നതിന് മുന്നേ എൻ്റെ സെക്കൻഡ് ചാനലിൽ വന്ന പേയ്മെൻ്റ് ആയ എത്ര $? കാണിച്ചു തരാം. അതിവൻ കൺവേർട്ട് ചെയ്തു, അത് ഡേറ്റ് കാണിച്ചില്ല. എന്തൊരു പച്ച കള്ളനാന്നാലേക്ക്. അത്രയും ദേഷ്യമുണ്ട് ഷമീറ. ഇന്നലെ നീ ചെയ്ത കാര്യം എൻ്റെ വിഷമം എന്താ പറയുക, ഞാൻ ഈ തപ്പിത്തടയുന്നതിൻ്റെ മെയിൻ പ്രശ്നം എന്താ പറയുക, ഇത് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പറയാൻ എനിക്ക് പേടിയുണ്ട്, കാരണം ഇവരെ ജീവിതം പോകും. പക്ഷെ അത് പറയാണ്ട് എനിക്ക് ഇത് ഇതാക്കാനും കഴിയില്ല, ഇത് തീർക്കാനും കഴിയില്ല, മനസ്സിലായോ? കാരണം ഇവിടുന്ന് 3 മാസം മുമ്പ് ഇവിടുന്ന് തെറ്റാനുള്ള കാരണം ഇത് നിങ്ങൾ അറിയണം ഗൈസ്, ഇത് നിങ്ങൾ അറിയണം. എല്ലാവരും അത്രയും പൊന്നുപോലെ, എൻ്റെ അനിയന്മാരെ പോലെയല്ല, എൻ്റെ മക്കളെ പോലെ ഞാൻ നോക്കിയത്. ഇവരെല്ലാം ജീവിതത്തിൽ ജയിച്ച് കാണണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ, മനസ്സിലായോ? പൊന്നുപോലെ ഞാൻ നോക്കിയത് എല്ലാവരെയും. പൈസക്ക് വേണ്ടിയിട്ട് ഈ കഴിഞ്ഞ 3 മാസമായിട്ട് നടക്കുന്നത് ബ്ലാക്ക് മെയിലാണ്, പക്ക ബ്ലാക്ക് മെയിൽ, മനസ്സിലായോ? ഇന്നലെ ഇട്ട വീഡിയോ അടക്കം ഓൻ പറയുന്നുണ്ട് 20% ഞാൻ പുറത്തോട്ടില്ല. ഓൻ പറയാനുള്ളത് ഓൻ്റെ മാക്സിമം കളവിൻ്റെ എക്സ്ട്രീം എത്ര പറയണ്ട അത് മൊത്തം പറഞ്ഞു തരും, മനസ്സിലായോ? എന്നിട്ട് 20% അതിൽ തന്നെ മനസ്സിലായിക്കൂടെ? ഇനി നാളെ ഈ വീഡിയോ വേണ്ടി ഞാൻ ഇനി എന്തെങ്കിലും പുതിയതായിട്ട് ഉണ്ടാക്കി പറയണമെന്ന് വെച്ചിട്ട് ഞാൻ പോയി നെഗോഷിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പറയും 20% ഇതാക്കിയിട്ടുള്ള ബാക്കി 80% ഉണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യല്ലോ. ഞാൻ ഒരു കാര്യം പറയില്ല, തീവ്രവാദികളുമായിട്ടും ചതിയന്മാരുമായിട്ടും നെഗോസിയേഷൻ ഇല്ല മോനെ. കൂടെ നിന്ന് ചതിക്കാൻ, ഒരു പെണ്ണ് ചതിച്ചിട്ട് പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റും, നമുക്ക് അന്നോ നാളെയോ മറ്റന്നാളെയോ മറക്കാൻ പറ്റും, കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാലെങ്കിലും മറക്കാൻ പറ്റും. കൂടെ ചങ്ക് പോലെ നിന്നവൻ ചതിച്ചാണ്ടല്ലോ മോനെ, ഒരിക്കലും അത് പുറത്തു കൊടുക്കാൻ കഴിയില്ല മോനെ, ഒരിക്കലും പുറത്തു കൊടുക്കാൻ പറ്റില്ല. കേട്ടോ, കാര്യങ്ങൾ കേട്ടോ. ഇതെൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ്, ഇതിൻ്റെ പ്രൂഫ് ഞാൻ കാണിക്കും. ഇതിൻ്റെ പ്രൂഫ് ഞാൻ പ്രൂഫ് ഇല്ലാത്ത കാര്യമല്ല ഇത്, ഞാൻ ഇപ്പോൾ പറയാൻ തുടങ്ങുന്ന കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഇവൻ വെറുതെ പറയുന്നത് വിചാരിക്കരുത്. ഇത് കഴിഞ്ഞപാട് ഞാൻ പ്രൂഫ് കാണിക്കും. ഇവർ 3 പേരും ഇവിടുന്ന് പോകാൻ കാരണം, ഇവർ 3 പേരല്ല, ഇവർ 4-5 പേരുണ്ട്. അഖിലിനടക്കം, ഇവിടുത്തെ എഡിറ്ററിനടക്കം അവർ പൈസ കിട്ടുമെന്നുള്ള ഉറപ്പ് അവർക്ക് അത്രയും ഉറപ്പായിരുന്നു. എൻ്റെ അടുത്ത് ബ്ലാക്ക് മെയിൽ ചെയ്താൽ, നെഗോഷിയേറ്റ് ചെയ്താൽ എത്ര ലക്ഷമാണെങ്കിലും കിട്ടുമെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്ന് അവർക്ക് അറിയാം. ഓക്കെ, എൻ്റെ കയ്യിൽ എത്ര പൈസ ഉണ്ടെന്നുള്ള ക്ലിയർ കട്ട് ഐഡിയ അമ്മമാർക്കുണ്ട്. ക്ലിയർ കട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും അവർക്ക് ഒരു 10 ജീവിതകാലം ജീവിക്കാനുള്ളതിനേക്കാളും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ അതിലും കൂടുതൽ എൻ്റെ കയ്യിൽ ഉണ്ട്, അത് വേറെ കാര്യം. അത് ഉണ്ടടാ, കഷ്ടപ്പെട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഉണ്ടാക്കിയതാടാ. നിന്നൊന്നും പോലെ ബ്ലാക്ക് മെയിൽ. എടാ നീ എന്താടാ പറയുന്നത്? ഇവർ ചെയ്ത പരിപാടി അറിയോ? ഇവർ പറയുന്നത് എന്താ അറിയോ? ആദിലുണ്ടല്ലോ,
18 വയസ്സാകാത്ത ആദില് ഓനെ വെച്ചിട്ട് മുന്നിൽ നിന്ന് നെഗോഷിയേറ്റ് ചെയ്യുക, ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഞാൻ ഓനെ അബ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നാളെ ഇറക്കൂന്നാ പറയുന്നത്. ഇതുവരെ അത് ഇറക്കിയില്ല, അത് ഇറക്കൂന്നാ പറയുന്നത്. മമ്മൂനെ ഞാൻ സെക്സ്വൽ അബ്യൂസ് ചെയ്തെന്ന്. ഞാൻ ഇവിടെ ഡ്രഗ്സ് കൊടുത്ത് ഡ്രഗ്സ് ഞാൻ ഡ്രഗ്സ് യൂസ് ചെയ്തെന്ന്. ഞാൻ ഡ്രഗ്സ് അവർക്ക് ജാസി ഇന്നലെ പറഞ്ഞിട്ടില്ല, ഡ്രഗ്സ് എനിക്ക് തരാൻ നോക്കിയെന്ന്. ഞാൻ ഒരു കാര്യം പറയാൻ, ജീവിതത്തിൽ നീ ഒന്ന് മരിക്കുന്നവർ ഒന്നെങ്കിൽ നീ എല്ലാം തൂങ്ങിച്ചാവണം. ഓക്കെ, ഞാൻ ഒന്നും ചെയ്യൂല. കാരണം ഇത്രയും പ്രശ്നം ഇതായത് എനിക്ക് നിങ്ങളെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് മതിയടാ, ഇങ്ങനെ എനിക്ക് ചെയ്യാം, മനസ്സിലാവും. ഞാൻ ചെയ്യൂല, കാരണം ഇപ്പം ഞാൻ ചെയ്തതെന്നുള്ളതിലേക്ക് തന്നെ വരും. ഞാനൊന്നും ചെയ്യൂല. മുത്തെ കർമ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ മുത്തെ കിട്ടും നിനക്കെല്ലാം, നീയെല്ലാം തീരും. ഞാൻ പറഞ്ഞത് കർമ്മയൊന്നും വേണ്ട, ഈ ലൈവ് തീരുന്നതിനുള്ളിൽ നീയെല്ലാം തീരും, മനസ്സിലാ. അമ്മാതിരി പണിയാ ചെയ്തത് നീയല്ലോ, മനസ്സിലാ. അതായത് ഞാൻ എൻ്റെ മക്കളെ പോലെ കണ്ട ആൾക്കാർ എന്നെ നെഗോഷിയേറ്റ് ബ്ലാക്ക് മെയിൽ ചെയ്യുക. ആദിലിനെ വെച്ച് കേസ് പോക്സോ കേസ്, ആദിൽ 18 വയസ്സായിട്ടില്ലല്ലോ, കേസ് സ്ട്രോങ് ആണല്ലോ. മമ്മൂനെ വെച്ച് ചെയ്ത് അത്ര ഇത് ഇമ്പാക്ട് കിട്ടൂല, ചിലപ്പം കേസ് ഇതായി പോവും. ആദിൽ 18 വയസ്സായിട്ടല്ലോ, പോക്സോ അല്ലേ, പോക്സോ കേസിൽ നിന്നെ പെടുത്തും. പൈസയാണ് വേണ്ടത് ഇവർക്ക്, പൈസ വേണം ഇവർക്ക്. ഫുള്ളായിട്ട് കേൾപ്പിച്ചതിന് ഇവൻ കള്ളു കുടിച്ചതും ഇവന്റെ കഞ്ചാവും ഇതുമെല്ലാം മൊത്തം. ഞാൻ ഒരു കാര്യം പറയട്ടെ, അല്ലെങ്കിൽ മൊത്തത്തിൽ അങ്ങ് വലിച്ച് കീറിയാലോട്ടെ. മൊത്തത്തിൽ ഇവൻ ആത്മഹത്യ കേട്ടറാ അല്ലേ, മൊത്തം ഇവന്റെ എല്ലാം അങ്ങ് പുറത്താക്കട്ടെ കഴിച്ച്, ഞാൻ എല്ലാം അങ്ങ് പുറത്താക്കട്ടെ, തീർക്കട്ടെ ഞാൻ. 3 മാസം മുമ്പ് ഇവിടുന്ന് ഗ്യാങ് ഒഴിഞ്ഞു പോകാനുള്ള കാരണം ഞാൻ പറഞ്ഞട്ടെ. ഡ്രഗ്സ് ഒരിക്കലും ഞാൻ ടോളറേറ്റ് ചെയ്യാത്തൊരു കാര്യം. ഡ്രഗ്സ് എൻ്റെ വീട്ടിൽ ഞാൻ അറിയാണ്ട് കയറ്റി, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തു. പൊലയാടി മോനെ, നിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഞാൻ നീയായിട്ടുള്ള ഇഷ്യൂ വന്നിട്ടുള്ള. ഇപ്പം ഞാൻ എന്തെങ്കിലും ചെയ്യിപ്പിച്ചാൽ അത് എൻ്റെ തലയിലിരിക്കും, എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് അത്രയും അമർച്ചമുണ്ട്. ഓക്കെ, 3 മാസം ഫേക്ക് കാണിച്ചരാടാ നാറി, എല്ലാം ഫേക്ക് ഓടി ഞാൻ കേൾപ്പിച്ചരാ. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി, ഓക്കെ, ഡ്രഗ്സ് കയറ്റിട്ട് പിള്ളേർക്കും ഡ്രഗ്സ് കൊടുത്തിട്ട് എന്താ പരിപാടി? എടാ ഇവര് എൻ്റെ തലയിലേക്ക് ഇടാൻ പോകുന്ന സാധനം, അതായത് എൻ്റെ കേസായിട്ട് എന്നെ ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, മമ്മൂനെ ഞാൻ പീഡിപ്പിച്ചു, ഇതെല്ലാം ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാ. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവൻ ഡ്രഗ്സ് കൊടുത്തിട്ട് ഇത് ഇവിടെ പറയാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. എടാ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഇത് എത്ര ആൾക്കാർ ഫേക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് എനിക്കിത് കാണിക്കാണ്ട് വേറെ വഴിയില്ല. ഇത് കാണിച്ചു കഴിഞ്ഞാൽ ഓൻ ചാവേണ്ട വരും. എടാ ഇന്നലെ മിഞ്ഞാന്ന് ഓൻ്റെ ലൈവ് കാണുമ്പോൾ ഞാനൊരു ഓപ്പൺ ചാലഞ്ച് തരട്ടെ. ഓക്കെ, ഞാൻ പറയുന്നത് കളവാണെങ്കിൽ ഞാൻ ഓപ്പൺ ചാലഞ്ച് തരട്ടെ. ഞാൻ ഡ്രഗ്സ് എന്ന് പറയുന്നുണ്ടല്ലോ, എൻ്റെ ഓപ്പണായിട്ട് ഞാൻ ചലഞ്ച് ചെയ്യാം. ലൈവായിട്ട് ഞാൻ പോയിട്ട് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ ബ്ലഡിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇതാക്കാൻ പറ്റും, അല്ലേ, ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഓന് ഒരിക്കലും ഇതിന് തയ്യാറാവില്ല. ഓക്കെ, ഒരിക്കലും അങ്ങനെയാണെങ്കിൽ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഓനോട് ഡ്രഗ് ടെസ്റ്റിന് തയ്യാറായിട്ട് വരാൻ പറ. ഞാനിത് ഓപ്പൺ ചാലഞ്ച് വിളിക്കാം, ഡ്രഗ് ടെസ്റ്റിന് ഓപ്പണായിട്ട് മുന്നിൽ വാ. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് ഉള്ള പോലെ ഒരു കാര്യം എനിക്ക് പറയണം. എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആൽക്കഹോൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ പല ബിസിനസ് മീറ്റിങ്ങും എടുക്കുന്നതാണ്. പല ബിസിനസ് മീറ്റിങ്ങിനും പോകുമ്പോൾ എല്ലാവരും ഒരു വിസ്കി ചെറിയൊരു പെഗ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഞാൻ മാത്രം അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഡാർക്ക്. ഞാൻ കുറേ പ്രാവശ്യം ഇഗ്നോർ ചെയ്തു, പക്ഷേ ഇടയ്ക്ക് എനിക്ക് കുടിക്കേണ്ട വന്നു. ശരിയാണ്, ഒരു തുള്ളി കുറച്ച് എനിക്ക് കുടിക്കേണ്ട വന്നു ഇടയ്ക്ക്. ഓക്കെ, അതും ഞാൻ അങ്ങനെ കുടിയാനോ അങ്ങനെ ഇരുന്ന് അങ്ങനെയൊന്നും അല്ല. ഓക്കെ, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് ആദ്യം ഞാൻ പറഞ്ഞു നോക്കാം, അതിലെന്തായാലും ആൽക്കഹോൾ ഉണ്ടാവും. അതല്ലാണ്ട് വേറൊരു സാധനം ഉണ്ടാവില്ല മോനെ. ഷമീറിൻ്റെ മോനെ, ഷമീറിൻ്റെ ആടുള്ള എല്ലാവരും ടെസ്റ്റ് ചെയ്യാൻ പറ. എന്നിട്ട് അതിൽ ഡ്രഗിൻ്റെ അംശം ഇല്ലെങ്കിൽ ഞാനിത് നിർത്തിയിട്ട് പോകും. ഞാൻ കള്ളൻ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, വീഡിയോ കാണിക്കാം. ഞാൻ പറയുന്നത് ചാവട്ടെ, എല്ലാം ചാവട്ടെ. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവന്മാർ ഇത് എപ്പെങ്കിലും പുറത്ത് വിടേണ്ട വന്നു കഴിഞ്ഞാൽ ഇവന്മാർ ഏത് ഫോൾഡറിലാ
മുഖം ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്യാത്ത വേർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്, സാമാനവും ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം. ഓക്കെ, ഇവനും ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഇപ്പം കാണിക്കാൻ പോകുന്നൊരു വീഡിയോ, കുറേ വീഡിയോസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുപോയിക്കോ. മുഖം ബ്ലർ ചെയ്ത് കാണിക്കണം, മുഖം ബ്ലർ ചെയ്യാത്ത കാണിക്കണം. മുഖം ബ്ലർ ചെയ്യാത്ത കാണിച്ചു കഴിഞ്ഞാൽ മോനെ ഇത് എഡിറ്റ് ചെയ്ത് മൊത്തം ബ്ലർ ചെയ്ത് വെച്ചതാണ്. ഇതാരാന്ന് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ അല്ലല്ല, ഈ വീഡിയോ ഇറങ്ങി കഴിഞ്ഞിട്ട് ഓം എന്ന് പറയട്ടെ ഇത് ഞാനല്ല, ആ ബ്ലർ ചെയ്ത് വേറെ ആയിരുന്നു മുഖം എന്ന് പറയട്ടെ. അപ്പം ഞാൻ മുഖം ബ്ലറില്ലാത്ത ഞാൻ ഇതാക്കാം. അതാരായിരിക്കും? ഇങ്ങനൊരു ദിവസം ഒരിക്കലും വരല്ലേന്ന് ഞാൻ ആഗ്രഹിച്ചാടാ. ഈ നാറികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നയാടാ. ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ, ഇപ്പുറത്തിരിക്കുന്ന ആരാന്ന് കണ്ടല്ലോ. അതിൻ്റെ ബാക്കി ഒരു സാധനം ഉണ്ട് മോനെ, അതിൻ്റെ ബാക്കി ഇവിടെ കാണിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, അതിൻ്റെ ബാക്കി ഇവിടെ മതിയോ? ബ്ലറ് മതിയോ അതോ ബ്ലർ ഇല്ലാത്തതാണോ? ഇതാ ഇവിടെ ബ്ലർ ചെയ്തത്, ഇവിടെ നിങ്ങൾക്ക് ഫോൾഡർ കാണാൻ പറ്റും. ബ്ലർ ചെയ്തത്, ഇത് ബ്ലർ ചെയ്യാത്തത്. ഇതൊന്ന് സൂം ചെയ്ത് നോക്കി അവൻ്റെ മുഖം ഞങ്ങൾക്ക് കാണാം. ബ്ലർ ചെയ്യാത്ത കാണിക്കണോ? അവൻ്റെ ജീവിതം പോവും. ഇത് കഴിഞ്ഞിട്ട് എന്താ അറിയോ, ഇതിൻ്റെ ബാക്കി എന്താ അറിയോ, മമ്മു ബ്ലോ ചെയ്യുക ഇവൻ മമ്മുനെ കൊണ്ട് ഇവനെ ബ്ലോ ചെയ്യിപ്പിക്കുക. ഇവിടെ 3 മാസം ഞാൻ ഒരു കാര്യം പറ്റേ, ഇത് ഞാൻ ആദ്യമായിട്ടാണ്, ഇത് 3 മാസം മുമ്പ് ഞാൻ കണ്ടതാ. ഓക്കെ, അതിന് ശേഷം ആ ഷോക്കിൽ ഞാൻ 3 മാസത്തോളം ഞാൻ ഇതെല്ലാം അനുഭവിച്ച് തീർത്തത്. എൻ്റെ മെൻ്റൽ ട്രോമ നിങ്ങൾ ആലോചിച്ച് നോക്കണം. എൻ്റെ വീട്ടിൽ ഡ്രഗ്സ് കയറ്റി, എൻ്റെ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, എൻ്റെ പിള്ളേരെന്ന് പറയാൻ പറ്റില്ലടാ, എല്ലാ എണ്ണവും ഒരുമിച്ച് വിഷം കുത്തിയതാ. മനസ്സിലാ? ഓക്കെ, ഇല്ല ബ്ലർ ചെയ്യാത്ത ഫയൽ ഇപ്പോൾ കാണിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം പറയാം, നാളെ ശരത്ത് ലൈവ് ചെയ്യും. ഷമീർ എന്തായാലും ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് വരുമല്ലോ. ഓൻ പറയട്ടെ ഇത് ഓനല്ലാന്ന് ഓൻ പറയട്ടെ. ഇതിൽ മമ്മുനെ കൊണ്ട് ഓൻ ചെയ്യിപ്പിച്ചിട്ടില്ല എന്ന് പറയട്ടെ. മമ്മുനെ സെക്സ്വൽ അബ്യൂസ് ചെയ്തിട്ടില്ല ഈ വീഡിയോയിൽ ഓനല്ലാന്ന് ഓൻ പറയട്ടെ. ഇതിൻ്റെ ബ്ലർ അല്ലാത്ത വേർഷൻ പുറത്ത് വിടും. ഞാൻ ശരത്തിന് ഞാൻ കൊടുക്കും. ഓക്കെ, എന്തേലും ആവട്ടെ, ചാവുന്നുണ്ടെങ്കിൽ ചാവട്ടെ, വാട്ടവർ, ഞാൻ നോക്കേണ്ട കാര്യമില്ല ഒന്നും. അത്രയും എന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? ഈ 3 മാസക്കാലം ഞാൻ എങ്ങനെ ജീവിച്ചെന്നറിയടാ. എനിക്ക് കുറേ സാധനങ്ങൾ കേൾപ്പിക്കാണ്ട് പോനെ, പ്രൂഫുകൾ എനിക്ക് സംസാരിക്കാൻ വയ്യ. ഞാനേ ഇവൻ 2 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു, ഒരു പ്രൂഫ് പോലും ഇല്ലാണ്ട് 2 മണിക്കൂർ ഇരുന്ന് സംസാരിക്കല്ലേ ചെയ്തത്. അല്ല, ഞാൻ സംസാരിക്കുന്നില്ല, ഞാൻ പ്രൂഫുകൾ മാത്രം ഇങ്ങനെ ഇട്ട് നിരത്താം, അതാ നല്ലത്. ഓക്കെ, വേറൊരു കാര്യം, ഇത് അവന്മാർക്ക് അറിയില്ല. ഓക്കെ, അതിലൊരുത്തൻ്റെ ഫോണ് നൈസായിട്ട് അതിൻ്റെ ഫോണിലുള്ള എല്ലാ കോൾ റെക്കോർഡ്, ആർക്കെല്ലാം കോൾ ചെയ്തിട്ടുണ്ട് എല്ലാ കോൾ റെക്കോർഡും ഞാൻ പൊക്കി. ഓക്കെ, 3000 ചില്ലറ കോൾ റെക്കോർഡും ഒരുപാട് വീഡിയോസും. എടാ നെറ്റ് പോയാ? ഇല്ല, ഫോണിൽ മാത്രമേ പോയിട്ടുള്ളൂ അല്ലേ. 3000 ചില്ലറ കോൾ റെക്കോർഡ്, കുറേ വാട്സപ്പ് ഓഡിയോ, ഇതെല്ലാം ഓഡിയോ റെക്കോർഡ്സ് തന്നെ 3152 മൊത്തം ഉള്ളത്. കണക്കെടുത്ത് നോക്കിയപ്പോൾ കുറേ വീഡിയോസ്, ഫോട്ടോസ്, എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഓക്കെ AI ആണെങ്കിൽ എല്ലാം ഗൈസ് ഇത് AI ആണെങ്കിൽ മോനെ, ഇത് AI ആണെങ്കിൽ ഞാൻ ഒരാൾക്കെതിരെ ഇല്ലാത്ത വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ഇതെന്ത് വലിയ ക്രൈമാണെന്നറിയാം മോനെ, ഇതെന്ത് വലിയ ക്രൈമാണെന്നറിയാം മോനെ. നാളെ ഞാൻ ജയിലില്ല ഇത് AI ആണെങ്കിൽ, കേട്ടാ. നാളെ ബ്ലറില്ലാത്ത വേർഷൻ ആണെങ്കിൽ ഞാൻ പുറത്തു വിടും. ഓൻ പറയട്ടെ, അത് ഓനല്ലാന്നോ പറയട്ടെ, അപ്പോൾ ഞാൻ പുറത്തു വിടും. ഓക്കെ, ഹൂ ഷൂട്ട് ദാറ്റ് ഫുട്ടേജ് അത് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോ കറക്റ്റ് കട്ട് ചെയ്യാൻ വേറൊരു കാരണമുണ്ട്. അതിൽ ഈ ഷൂട്ട് ചെയ്ത ആളെ മുഖം കാണുന്നുണ്ട്, അത് ഒരിക്കലും വരരുത്. അയാളുള്ളതുകൊണ്ട് മാത്രം എനിക്കിത് കിട്ടിയതാണ്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇത് ഒരിക്കലും അറിയൂല. മനസ്സിലായോ? ഇത് ചോദ്യം ചെയ്തതിന് ശേഷമാണ് ഇവിടെ പ്രശ്നം വന്നത്. മനസ്സിലായോ? അതിൻ്റെ പേരിലാണ് ഇവിടെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത്. മനസ്സിലായോ ബ്രോ? വീഡിയോ ഇങ്ങനെ അൺബ്ലർഡ് വേർഷൻ കാണിക്കില്ല ബ്രോ. അല്ല, അങ്ങനത്തെ ഒന്നും ഇല്ലടാ. എല്ലാം ഡ്രഗ് എവിഡൻസ്. ഓക്കെ, എല്ലാം മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവന്മാരെ കോൾ റെക്കോർഡ് ആയത്. ഓക്കെ, കോൾ റെക്കോർഡ് മമ്മും ജാസിയും തമ്മിലുള്ള കോളാണ്. ഓല എന്താന്ന് അറിയാലോ. ഓല എന്തിനുള്ള കോഡ് വേർഡാന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്തായാലും കൂടുതൽ പേർക്കും അറിയായിരിക്കും അല്ലേ?
ഇത്രയും പൈസ ഉണ്ടോ? നല്ല സാധനമൊന്നുമില്ല, പൈസ കൂടിയത് നല്ല സാധനമായോണ്ടാ. എന്നാ ശരി എന്നാല് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ഇങ്ങനെ തരണേ. ഗ്രൂപ്പിൽ അപ്ഡേറ്റ് തരണേ. ഗ്രൂപ്പിൽ എന്താ അപ്ഡേറ്റ്? പ്ലാന്, എന്നെ കൊല്ലാനുള്ള പ്ലാന്. ഞാൻ ഉറങ്ങുമ്പം വിഷം തന്നിട്ട് എന്നെ കൊല്ലാനുള്ള പ്ലാനടാ. ഇത്രയും നോക്കി ഇതാക്കി വളർത്തിയിട്ട് തന്തയില്ലാത്തവന്മാര് പൈസക്ക് വേണ്ടി ആരെയും കൊല്ലാൻ പഠിക്കാത്തവന്മാരാടാ. ഇത് അറിയണോടാ എല്ലാരും. നിക്ക്, ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിട്ടേ ശരത്ത് ഷമീറിനെ വിളിച്ചത്. ഓക്കെ, സംഭവം മൊഴി ചെയ്ത മുഖത്തരാണെങ്കിൽ ഇങ്ങനെ ഒന്നും പമ്പൊന്നും ഒരിക്കലും ചീത്ത വിളിക്കാനൊന്നും പോകുന്നില്ല. ഇത് നീയാതെല്ലാം വിളിക്കുന്ന പോലെ പമ്പെല്ലാം ചീത്ത വിളിക്കുന്നു. അപ്പൊ എനിക്ക് കേട്ടേരം മനസ്സിലായതാ ഇത് ജാസ്തി മോട്ടറാക്കി വിട്ടിട്ട് ഇതാക്കിയതല്ല. അത് പോയ കുട്ടിയിലും എനിക്ക് അങ്ങനത്തെ മുനു ഇപ്പൊ അത് തന്നെ എന്റെ അടുത്ത് പറയണേ. മുനു എന്റെ അടുത്ത് പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസി എന്തോന്ന്, ജാസിയാണ് ഇപ്പം അതിൽ ഏറ്റവും വലിയ ഇതായിട്ട് കളിക്കണത്. ജാസി ഇവന്മാരെ വെച്ച് കളിക്കണം എന്നൊക്കെയാണ് മുനു എന്റെ അടുത്ത് പറഞ്ഞത്. ജാസി പേയ്മെന്റ് വാങ്ങിയതും ഈ പിള്ളേരെ വെച്ചിട്ടാണ്. അതായത് ആദിലിനെയും മമ്മൂനെയും അവരെല്ലാം വിജയിക്ക് അഭിനയിച്ചിട്ടുള്ളു. അപ്പൊ അവരെ അഭിനയിക്കൂലെന്ന് പറഞ്ഞിട്ട് അവരെ ഉള്ള കൺട്രോളിലാണ് പോലും കളിക്കുന്നത് ജാസി. മനസ്സിലായില്ല, ജാസി ഒറ്റക്ക് വന്നാ പോടാവുണ്ടേ നിന്റെ 4 സീനല്ലേ കട്ട് ചെയ്യുമെന്ന് പറയും. എടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടോ, ഈ 2 സീനുള്ള ഇവന് 40,000 രൂപ, ഈ സിനിമ മൊത്തമുള്ള ആദിലിന് 30,000 രൂപ, അതെന്താ? അതാ പറഞ്ഞ, അതായത് ഈ ജാസി അല്ല, ഈ ആദിലും മമ്മുവും ജാസി പറയുന്നത് മാത്രമേ കേൾക്കൂ. അപ്പൊ ഇവര് എന്ത് പറയുന്നോ അല്ലെങ്കിൽ ഇവരെ സിനിമയിൽ അഭിനയിക്കാൻ വിട്ടിട്ട് അതിന്റെ പൈസ ഞാൻ എടുക്കാന്നല്ലേ നോക്കിയത്. അതിന്റെ പ്രൊഡ്യൂസർ ആ സിനിമ സൈറ്റിലുള്ള മൊത്തം ആൾക്കാർക്ക് അറിയാം കാര്യങ്ങള്. ഓക്കെ, ഞാൻ കാര്യം പറഞ്ഞ മുത്തേ, ഞാൻ മൊത്തമുള്ള ഇത് ഈ ട്രൂത്ത് എല്ലാരും അറിയണോടാ. ഞാൻ ഒരു കാര്യം പറയാലോ, ഇതിൽ ഞാൻ ദുഷ്ടനാന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇവര് ചെയ്തെന്താന്ന് ആലോചിക്കടാ. ഞാൻ നന്മ മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ. എല്ലാരും കേറിപ്പോട്ടെ, എല്ലാരും രക്ഷപ്പെടട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പൈസക്ക് വേണ്ടിയിട്ട് അത്യാഗ്രഹം കയറിയിട്ട് ഇങ്ങനെയല്ല ആരെങ്കിലും ചെയ്യോടാ. ഇവർ ഇത്രയും ധൈര്യം ഇതിന് കാണിക്കണമെങ്കിൽ ഞാൻ അത്രയും പാവാന്ന് അവർക്ക് അറിയുന്നോണ്ടാണ് ഇത്രയും ധൈര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. മനസ്സിലായോ? ഞാൻ അത്രയും ഞാൻ ഇതെല്ലാം ഈ 3 മാസമായിട്ട് ഞാൻ ഇവർക്കെതിരെ ഒന്നും ചെയ്തില്ല, ഒന്നും പറഞ്ഞില്ല. ജീവിക്കട്ടെ, നന്നാവുന്നുണ്ടെങ്കിൽ നന്നാവട്ടെ. ഇന്നലെ വന്നിട്ട് എന്നെ കുറിച്ച് എന്തെല്ലാം പറഞ്ഞത്? ഇവര് മൊത്തത്തിൽ സീനാക്കും. ജാസിക്കും 40 രൂപ കിട്ടിയില്ലെങ്കിൽ ഇവര് സീനാക്കും. അതായത് ഇവരെ കണ്ടോ, ജാസിയാണ് ഇവരെ നേതാവ്. അപ്പൊ നേതാവിന് 40 രൂപ കൊടുക്കും. അപ്പൊ അവൻ പ്രൊഡ്യൂസർ ബ്ലാക്ക് മെയിലിൽ വീണട്ടാ. ഞാൻ ഒരിക്കലും ബ്ലാക്ക് മെയിലിൽ വീഴൂല. ഇതിൽ പറയുന്നുണ്ടെന്ന് തോന്നട്ടെ, ഇതിലോ അല്ലെങ്കിൽ ഇതിന്റെ അടുത്ത ഓഡിയോയിലോ ഇതിലോ പറയുന്നുണ്ട്. അപ്പൊ അവൻ പ്രൊഡ്യൂസർ, ഇവര് 3 ആളും സിനിമയിൽ അഭിനയിക്കാൻ പോയല്ലോ. സിനിമ സൈറ്റിൽ നിന്ന് ഡ്രഗ്സ് ഉപയോഗിച്ച് ഓക്കെ അടി ഉണ്ടാക്കി. അവിടെ മൊത്തം പ്രശ്നമുണ്ടായി. ഓക്കെ, അവിടെ മൊത്തം പ്രശ്നമുണ്ടായി. ഇപ്പം നിനക്കെല്ലാം ഡബ്ല്യു ആടാ. ഇപ്പം നീ കുറച്ച് നേരത്തെ നീയെല്ലാം ഫേക്ക് സ്ക്രിപ്റ്റ് എന്നൊക്കെ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ഈ ലൈവ് തീരുന്നതിന് മുന്നേ ഞാൻ നിരപരാധിയെന്ന് തെളിയിച്ചിട്ടേ ഞാൻ പോകുമ്പത്തേ. മോനെ ഹെയ്റ്റ് ഒന്നും ഉണ്ടായവനാ ഞാൻ, മനസ്സിലായോ? കോൺട്രവേഴ്സിന്ന് ഹെയ്റ്റ് ഒന്നും വളർന്നു വന്നവനാ ഞാൻ. എനിക്ക് ഈ ഇന്നലെ ഇവർ ഹെയ്റ്റ് ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് തൂങ്ങിച്ചാവും. ഞാൻ അല്ലെങ്കിൽ എല്ലാം നിർത്തി അങ്ങ് പോകുമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിർത്തിക്കോ മോനെ. ഞാൻ ചെയ്ത എല്ലാത്തിനും മാപ്പ് പറയിപ്പിക്കുകയും ചെയ്യും, മനസ്സിലാ? മമ്മു ഹൗസ് ശരിയാ, മമ്മൂന്റെ വീട് ചോർന്നൊലിക്കുന്ന വീട് തന്നെ. ചോർന്നൊലിക്കുന്നല്ല, ഓടിട്ട വീടാ മമ്മൂന്റെ. ഓക്കെ, ഓട് മാറ്റേണ്ട കാര്യം ഞാൻ ഓട് മാറ്റണ്ട, വേറെ വീട്ടിലേക്ക് മാറ്റാന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ തന്തയില്ലാത്തവനെല്ലാം വേറെ വീട്ടിലേക്ക് മാറ്റാന്ന് ഞാൻ പറഞ്ഞു. ഓൻ ചെയ്ത മമ്മൂന്റെ ചതികൾ വേറെ വരാനുണ്ട് കേട്ടോ. മമ്മു നിങ്ങൾ വിചാരിക്കുന്ന ആ പാവം ഒന്നും അറിയാത്ത അല്ല ബുദ്ധിയില്ലാത്ത ഒരുത്തൻ അങ്ങനെയല്ല കാണുന്നത്. മമ്മൂന്റെ ചതികളെല്ലാം വരുന്നുണ്ട്. ഓൻ്റെ വീട് വേറൊരു ചെറിയ വീട് വെച്ചു കൊടുക്കല്ല, ഓൾറെഡി പണിത് വെച്ച വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മാനെയും ഓൻ്റെ അനിയനെയും മാറ്റാനാണ് നിന്നത്. മണ്ടത്തരം, വേൾഡ് ലെവൽ മണ്ടത്തരം. ഇവനിത് ഇങ്ങനെയാണെന്ന് എനിക്കറിയോ? ആ സമയത്ത് എന്തോ ഭാഗ്യത്തിന് എന്നോട് ശരത്തോ ആരോ പറഞ്ഞ് അത് ഓട് അങ്ങനെ വലിയ ചോർച്ചൊന്നുമില്ല, സ്ലാബ് ഇട്ടാൽ മതി എന്ന് ആരോ എന്നോട് പറഞ്ഞ്, കൂടുള്ള ആരോ എന്നോട് പറഞ്ഞ്. അതുകൊണ്ട് മാത്രം അതവിടെ ഹോൾഡായി പോയത്. അല്ലെങ്കിൽ ആ വേറെ എൻ്റെ ഒരു വീടും പോയേനെ. ഒരുത്തൻ്റെ കയ്യിൽ എൻ്റെ വണ്ടിക്കാ, ഷമീറിൻ്റെ കയ്യിൽ
എൻ്റെ ഫോർച്യൂണർ ഞാൻ വിശ്വസിച്ചിട്ട് എൻ്റെ ഫോർച്യൂണർ അവൻ്റെ പേരിൽ എഴുതി കൊടുത്തതാ. ഇപ്പം തരാൻ പറ്റൂലെന്ന്, ഇപ്പല്ല മുന്നേ തരാൻ പറ്റൂലെന്ന് തന്നെ അവൻ്റെ സ്റ്റാൻഡ്. മനസ്സിലാ? പൈസ വേണം ഇവനക്കെല്ലാം. നെഗോസിയേഷനാ, ബ്ലാക്ക് മെയിലാ, കേസാവും. ഞാൻ ഹേറ്റ് പേടിച്ചിട്ട് ഇവർക്ക് പൈസ കൊടുക്കില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്തെളുപ്പമാണ്, ഇവർ ചോദിച്ച പൈസ ഇങ്ങനെ ആക്കിയിട്ട് കൊടുത്തിട്ട് എനിക്ക് ഒഴിവാക്കിയത്. പക്ഷെ അങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ മുത്തേ, ഇവർ എന്തെല്ലാം നാളെ പുതിയ കഥകൾ ഉണ്ടാക്കിയിട്ട് പുതിയ സാധനമായിട്ട് വരും അല്ലേ? അതിൻ്റെ ആവശ്യമില്ല. ഒരു നെഗോസിയേഷൻ, ഇത് ഇപ്പോഴേ മനസ്സിലാക്കി, ഒരു നെഗോസിയേഷൻ ഇനി എനിക്കെതിരെ എന്തെങ്കിലും സാധനം എടുക്കാൻ വരുന്ന ആൾക്കാർക്കും കൂടെയുള്ളൊരു പാടാണിത്. ഒരു നെഗോസിയേഷനും ഞാൻ തയ്യാറായിരിക്കില്ല. ഓക്കെ, ഡയറക്റ്റ് കാര്യങ്ങൾ. ഓക്കെ, ഡ്രഗ് എവിഡൻസ്. ഓക്കെ, ഇത് ഫുൾ കേക്ക്. ഈ മെയിൻ ആയിട്ട് നിൽക്കുന്ന മമ്മുവും ആദിലും കൂടി എന്താവും വിധം മാറും. അതുകൊണ്ട് ഒരു ചൊറയാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെ കൊടുത്തേന്നാണ് പറഞ്ഞത് എന്നോട് തീർച്ചയായും മുനാട്ട്. അല്ലാണ്ട് ഇവനങ്ങനെ ഇവന് ഇതുള്ളോണ്ടല്ല, ഇവന് ഈ പിള്ളേരെ വെച്ച് മെയിന് ഇവനെ കളിക്കുന്നോണ്ട് ഇവനാണ് സംസാരിക്കുന്നതും പൈസ വേണമെന്ന് പറയുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതെല്ലാം ആയിക്കോട്ടെ. ഇപ്പം പറയുന്ന പോലെ ചെയ്യാണ്ട് അവർക്ക് നിക്കാൻ കഴിയില്ല. കുറിച്ചാ പറയുന്നത്. അങ്ങനെ വാങ്ങിയതാ പറഞ്ഞ നന്മ ജാസി, പാവം ജാസി, ഒന്നും അറിയാത്ത ജാസി. ഉമ്മാരെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. മറ്റേ ഉമ്മാരെന്ത് ഗ്യാങ് ലൈവ് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് എന്തായി? നീ പോണോ? എന്നോട് തോന്നാനേ പറഞ്ഞ. എന്നിട്ട് എന്ത് തീരുമാനിച്ച്? എനിക്കറിയില്ല, എനിക്ക് എന്താണെന്നൊന്നും എനിക്ക് പിടുത്തൂല്ല. എനിക്ക് എന്ത് ചെയ്യണം എന്ന് പോലും അറിയില്ല. ഞാൻ എന്തായാലും തുടങ്ങിയിട്ട് എന്താന്ന് വെച്ചാല് ബാക്കി നോക്കിയിട്ട് എന്താണ് നിനക്ക് മുന്നേറ്റം ഉണ്ടെങ്കിൽ ചെയ്യ. അവസാനം നീ അത് ചെയ്ത കണക്ക് അവസാനം എല്ലാരും കൂടെ നിന്റെ അടുത്ത് തിരിയണ ഒരു സിറ്റുവേഷൻ വരല്ലേ? മനസ്സിലായി? നീ അതിനെ കൊണ്ട് അവന്മാരെ ഇത്ര നാളെങ്കിലും നോക്കാനെങ്കിലും പറ്റി. ഇത്രയും ചെലവ്, അവന്മാരെ ചെലവ്, ഡ്രസ്സ്, അത് ഇത് എല്ലാം കൂടെ നോക്കാൻ പറ്റി. സ്റ്റാർട്ടിങ്ങിൽ ഒരു പ്രൊമോഷൻ കാണും, 10-20 പ്രൊമോഷൻ കാണും, എല്ലാം കാണും. മമ്മൂനൊന്നും ജീവിതത്തിൽ പ്രൊമോഷൻ കിട്ടാത്തവനാണ്. മനസ്സിലായ? ജാസിയുടെ കാര്യം നോക്കി, ഇത് ഐഡിയയും കാര്യങ്ങളും എല്ലാം തന്ന് ജാസിയുടെ കാര്യം നോക്കി എന്തായാലും പോവും. അവന്റെ പൈസ ആകുമ്പോഴത്തേക്ക് അവന്റെ കാര്യം നോക്കി പോവും. അവസാനം നിനക്ക് ഒരു ചൊറ വരല്ലേ? അത്രേ ഉള്ളൂ. നീ അതിന്റെ കേസ് നമ്മൾ കുറച്ചെങ്കിലും മുമ്പ് അറിഞ്ഞതുകൊണ്ട്, അന്നത്തെ ആ ഫോൺ വാങ്ങിച്ച് അത് അറിഞ്ഞതുകൊണ്ട് അവിടെ ഒരു കാര്യമുണ്ട്. ആ ടൈം ഷമീർ ഇതിലുണ്ട് നമുക്കറിയില്ല. ഇത് എങ്ങനെ ഞാൻ പിടിച്ചറിയോ? ജാസിന്റെ കോൾ റെക്കോർഡിൽ നിന്ന് ഇത് പിടിച്ചത്. ഇതിൽ 3000 കോൾ റെക്കോർഡ് ഉണ്ട്. അതിൽ ഷമീറിന്റെ ഇതിലേക്കൊന്നും നമ്മൾ എത്തിയില്ല. നമ്മളൊരു 400-500 കോൾ റെക്കോർഡുകൾ കണ്ടു, ഇങ്ങനെ കേട്ടു, ഇങ്ങനെ വരുക. ഷമീർ ഇതിലില്ലാന്നാണ് നമ്മൾ വിചാരിച്ചിട്ടുള്ളത്. മനസ്സിലാ? ഷമീർ ഈ പ്ലാനിലില്ല. ഇവൻ തന്തയില്ലാത്തവനാന്ന് എനിക്കറിയാം. പക്ഷെ ഈ പ്ലാനിൽ, ഇവരെ ഈ മാസ്റ്റർ പ്ലാനിൽ ഷമീർ ഇല്ലാന്ന് ഞാൻ വിചാരിച്ചത്. ലാസ്റ്റ് നോക്കുമ്പോൾ മൊത്തം മാസ്റ്റർ മൈൻഡ് ഷമീറാ. സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റി. നിന്നെ അവന്മാര് പറഞ്ഞ് ഇതാക്കല്ലേ, അത്ര എനിക്ക് പറയാനുള്ളൂ. വന്നിന് അവന്മാരെ വിളിച്ചിന്, മെയിൽ അയച്ച് കിക്കിന്ന്. നീ അതാ മൻസൂർക്കാ നോക്കണത്. കോൺട്രാക്ട് എനിക്ക് എന്റെ മൻസൂർക്കാ നോക്കണം. ഇങ്ങോട്ട് തന്നെ വന്നത്, മെയിലിൽ ഇങ്ങോട്ടാ വന്നത്. നീ അതാ കണ്ടത്, ഞാനല്ല കണ്ടത്. എടാ, മൻസൂർ ഖാൻ എന്ന് പറയുന്നത് അറിയാത്ത ആൾക്കാർക്ക്, എൻ്റെ ലൈവിൽ ഈ ക്യാമറയുടെ മുന്നിൽ വരാത്ത ഒരുപാട് ആൾക്കാർ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. ഓക്കെ, ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഒരാളാണ് മൻസൂർ ഖാൻ. എൻ്റെ ബിസിനസ് പാർട്ണറാണ്, എൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. ഞാൻ പറയാലോ, ഇത്രയും ഡാർക്ക് ഇതിൽ ഈ 3 മാസം ഞാൻ അനുഭവിച്ചതെല്ലാം കണ്ട് എൻ്റെ കൂടെ നിന്ന് എന്നെ ആശ്വസിപ്പിച്ച ഒരാളാണ് മൻസൂർ ഖാൻ. ഓക്കെ, ജസ്റ്റ് അറിയണമെന്ന് എന്താ ഇത് മൻസൂർക്കയും ഞാനും കൂടിയിട്ട് ഇതാക്കുന്ന ബ്രാൻഡാണ്. ഓക്കെ, എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് ഇത് അർബൻ ഫാദർ. ഇതിൻ്റെ റിലീസിന് വേണ്ടി, ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളെല്ലാം ആയിട്ട് എൻ്റെ മൈൻഡ് റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇതിൻ്റെ ഡിസൈനും ഇതുപോലെ കാര്യങ്ങളിലായിട്ട് ഞാൻ ബിസിയായി. മനസ്സിലായി? കുറേ കാര്യങ്ങളിലേക്ക് ഞാൻ എൻ്റെ മൈൻഡ് മാറ്റി. കാരണം ഇവന്മാർ എനിക്ക് തന്ന ഈ ഹൊറർ എനിക്ക് മറക്കാൻ വേണ്ടി കഴിഞ്ഞ 3 മാസം ഞാൻ ഇങ്ങനെ കുറേ കാര്യങ്ങളിലായിരുന്നു. 1 മാസമേ ഷൂട്ട് ഉണ്ടായിരുന്നു, 1 മാസമേ ഫിലിം ഷൂട്ട് ഉണ്ടായിരുന്നു. ബാക്കി ടൈം ഞാൻ ഇതിലേക്ക് പോയി. പിന്നെ കുറേ റൂമിൽ തന്നെ അടച്ചിരിക്കേണ്ട വന്നു. പക്ഷേ സ്റ്റിൽ മൻസൂർ ഖാനെ പുറത്തിറക്കും. ഇത് ചെയ്യാം, അത് ചെയ്യാം, അത് ബിസിനസ്സിൻ്റെ കാര്യം, നമ്മളെ സ്ട്രീമിംഗ് സ്കൂളിൻ്റെ കാര്യം. സ്ട്രീമിംഗ് സ്കൂളിൻ്റെ എല്ലാം ഓൾമോസ്റ്റ് കുറേ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് ഇട്ടോ. ഇങ്ങനെ കോഴ്സെല്ലാം ഇങ്ങനെ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ഒരാളെങ്ങനെ ഞാൻ ഇങ്ങനെ വെറുതെ ഈ ഒന്നിച്ചുള്ള ഉണ്ണാളെ സ്ട്രീമറാക്കാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടല്ലോ. അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഇതാ നാട്ടുകാർ മൊത്തം സ്ട്രീമേഴ്സ് ആവട്ടെ. അതിനുള്ള മൊത്തം ചാപ്റ്റർ ബൈ ചാപ്റ്റർ പഠിപ്പിക്കാനുള്ള മൊത്തം സാധനം സെറ്റായിക്കൊണ്ട് നിൽക്കുക.
പിന്നെ കുറേ പ്രൊജക്റ്റുകളുണ്ട്. അതിലൊരു പ്രൊജക്റ്റാണ് നമ്മൾ അർബൻ ഫാദ്. ഇത് റിലീസ് ചെയ്യേണ്ട ടൈമായിരുന്നു, പക്ഷേ ഇങ്ങനെയെല്ലാം സംഭവിച്ചു, റിലീസ് ചെയ്യാൻ പറ്റിയില്ല. ഇതിപ്പം ഈ അടുത്ത് തന്നെ ഞാൻ ലോഞ്ച് ചെയ്യും. UF എന്നാണ് ഷോർട്ട് ഫോമിൽ പറയാം. നമ്മളവിടെ നിർത്തിയ. പിന്നെ എനിക്ക് വേറൊരു ഇത് വന്നു, മറ്റേ ഗവൺമെന്റ് പുതിയൊരു പ്രോജക്ട്. ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഒരാഴ്ചക്കുള്ളിൽ പറ്റുമെങ്കിൽ പെട്ടെന്ന് വ്യൂവർഷിപ്പ് പറ്റി എല്ലാം പിടിച്ചു കൊണ്ടുപോകണം. അത് തന്നെ മരത്ത് സംസാരിച്ചോണ്ടിരിക്കണേ ഉള്ളൂ. പിന്നെ എന്തോന്ന് നീ ഉമ്മാരുടെ അടുത്ത് മറ്റേ കേസ് പറഞ്ഞ, ഈ മമ്മൂപ്പുണ്ടെ അടുത്ത് മറ്റേ കഞ്ചാവിന്റെ കേസ് നീ പറഞ്ഞ? ഞാൻ പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞ കുണ്ണ നീ എല്ലാം ഇങ്ങനത്തെ വർത്താനം പറയുന്നുണ്ട് ഫോണില്. കുണ്ണന്റെ ഫുള്ള് ആ സമയത്ത് നമുക്ക് അറിയില്ല. ആ സമയത്ത് എനിക്കറിയില്ല കേട്ടാ. ഇവൻ ഇങ്ങനത്തെയാന്ന് എനിക്കറിയില്ല കേട്ടാ. ഇപ്പൊ എന്താ പറഞ്ഞ? ഓലാമേ പറഞ്ഞോളൂ. ഞാൻ പറഞ്ഞു അണ്ടി ഇവൻ തിരിച്ചു ചോദിക്കുന്നുണ്ട് 3500 രൂപയ്ക്ക് എന്ത് കഞ്ചാവ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ പറയണ് എന്തോന്ന് അത് കൂടിയ സാധനമാണ്, അടിച്ച ഒറ്റ കിക്കിൽ തന്നെ ഇതാവോ എന്തൊക്കെയാ പറയണ മമ്മു. ഞാൻ അതിന്റെ അടുത്ത് പോലും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്. നോക്ക് ഇതിന്റെയൊക്കെ എന്തെങ്കിലും അവന്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അവ ഇതൊക്കെ വെച്ച് കളിക്കും. ഷമീറ, ഞാൻ നിന്റെ അടുത്ത് ഇപ്പോഴും പറയണത് നീ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഗ്യാങ് ലൈവ് എന്ത് വേണോ തുടങ്ങിക്കോ. പക്ഷെ നാളെ നിനക്കൊരു ഇത് വരല്ല. ഇപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നാളെ യുവന്മാരെ കയ്യിൽ പെട്ടുപോകില്ല. യുവന്മാർക്ക് ഈ ഭീഷണി സ്വഭാവമൊക്കെ ഇപ്പോഴേ ഉണ്ട്. ഈ ജാസിക്ക് മനസ്സിലായ ഇത് കാണിച്ച് ഭീഷണിപ്പെടുത്തി പൈസ വാങ്ങിക്കണ ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഉമ്മാരുടെ അടുത്ത് സംസാരിക്കുമ്പോ സൂക്ഷിച്ച് സംസാരിച്ച്, ഇടപെടുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് ഇടപെട്, കാര്യങ്ങളെല്ലാം നോക്കിക്കോ. അത് പറയാൻ കാരണം എന്താ അറിയോ? നോക്കിയിട്ട് നീ എന്താണെന്ന് വെച്ചാൽ നോക്കി ആലോചിച്ച് ബുദ്ധിപരമായിട്ട് ചെയ്യാൻ നോക്ക്. നമ്മള് വിചാരിച്ചത് ശരി 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 ഓക്കെ. നമ്മള് വിചാരിച്ചത് ജാസി ഈ ബ്ലാക്ക് മെയിൽ, ഈ പൈസ ഇതാക്കാനുള്ള ഇതും ഷമീർ ഇല്ലാന്നാണ് വിചാരിച്ചത് ആദ്യം, ഇതിനെല്ലാം മുന്നേ. മനസ്സിലാവും. പിന്നെ മനസ്സിലായ കാര്യം എന്താ അറിയോ? മൊത്തം ഇവർക്ക് പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നത് ഷമീറാ. മനസ്സിലായോ? ആ ഇതില് സിനിമ സൈറ്റിൽ പോയിട്ട് ആ പ്രൊഡ്യൂസറെ ബ്ലാക്ക് മെയിൽ ചെയ്യണമെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ആ പ്രൊഡ്യൂസറെ അത് പക്ഷേ ഞാൻ നേരിട്ട് കണ്ടിട്ടോ. ആ സമയത്ത് ഞാൻ എന്തിലെവിടെ ഉണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ല. മുനു ആ ഷൂട്ടിംഗ് സൈറ്റിൽ പോയിരുന്നു, എന്തൊക്കെ അവിടെ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ മുനുവിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്. ഓക്കെ, അവരെ കാണാൻ എന്തിനാ. മുനു ഉണ്ടോ അവിടെ? മുനു ഉണ്ടോ അവിടെ? മുനു കണ്ടിരുന്നത്. ഓക്കെ, ആടെ അടിച്ചിട്ട് കട്ടായിട്ട് ഇവർ പ്രശ്നം ഉണ്ടാക്കി. അതിന് ശേഷം ബ്ലാക്ക് മെയിൽ ചെയ്ത്, അതിന് ശേഷം അതിന് മുന്നേ ആണോ പ്രൊഡ്യൂസറിനെ പറയാം. നീ ഒന്ന് പറഞ്ഞടാ മുനു. ഇത് ഞാൻ പറയുമ്പോൾ ആൾക്കാർക്ക് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഓക്കെ, ഇന്നലെ ഷമീർ അടക്കം പറഞ്ഞാണ് മുനു വിസജം, ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം. മുനു ഒരിക്കലും കളവറിയില്ല എന്ന് ആൾക്കാർക്ക് അറിയുന്ന കാര്യം. ഷമീർ അടക്കം ഇന്നലത്തെ ലൈവിൽ പറഞ്ഞ കാര്യം, മുനു ഒരിക്കലും കളവറിയില്ല എന്ന്. ഓക്കെ, മുനു അന്ന് നടന്നെന്താ? ആദ്യം മുതലേ പറഞ്ഞു കൊടുക്കാം. കൊറേ സമയം ഉണ്ടോന്ന് എനിക്കറിയില്ല, പെട്ടെന്ന് പറഞ്ഞു. കാസ്റ്റിംഗ് വിളിച്ചത് ആദ്യം മമ്മൂനും ആദില്യാണ്. അതിൽ ജാസി എന്റെ കാല് പിടിച്ചിട്ട് റോള് തരാന്ന് വെച്ചിട്ട് ഞാൻ കാസ്റ്റിംഗിൽ ഇട്ട് കൊടുത്തത് ആദ്യത്തെ കാര്യമാണ്. അത് സിനിമ കേട്ടിട്ട് കാസ്റ്റിംഗിന് വന്നത് എനിക്കാണ്. എന്നിട്ട് ഞാനാണ് മമ്മൂനും ആദിലും നമ്മളെ ഒറ്റ മിനിറ്റ് ഫോണിലെ ടൈം ഈസ് നോട്ട് ചേഞ്ചിങ്. ഗൈസ് ഡൗ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ് ഞാൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നിങ്ങൾ പറയുമ്പോൾ എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇത് ഭയങ്കര ലോങ് ആയി പോകും കേട്ടോ. ഡൗ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം, ഷമീർ അടക്കം ഇത് ഉപയോഗിക്കുന്നതാണ്. നമ്മൾ ഇത് കുത്തിക്കഴിഞ്ഞാൽ, ഫോൺ ഇത് കുത്തിയിട്ട് ഇതായി കഴിഞ്ഞാൽ ഇതിൻ്റെ ടൈം 941 എന്നുള്ള ഫോർമാറ്റിലേക്ക് ഫുൾ ടൈം 941 ആയിരിക്കും. ഓക്കെ, ഇത് ഊരിക്കഴിഞ്ഞാൽ 11:55 കണ്ടോ, റിയൽ ടൈം കാണിക്കും. ഇത് കുത്തുമ്പോൾ ടൈം മാറേണ്ടതാണല്ലോ, ടൈം മാറി കണ്ടോ 9:41 ആവും. അതങ്ങനെയാണ് ഇതിൻ്റെ ഈ ആപ്പിൻ്റെ പ്രത്യേകതയാണ്. അത് റിസർച്ച് ചെയ്യും. അതെല്ലാം പോയി ചാറ്റ്ജിപിടിനോട് ചോദിക്കുക, അല്ലെങ്കിൽ റിസർച്ച് ചെയ്യും, അല്ലെങ്കിൽ നിൻ്റെ ഷമീർ തന്നെ ഉപയോഗിക്കുന്നുണ്ടോ ഇത്? വെറുതെ എനിക്ക് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല. ഇവിടെ മനുഷ്യനെ വേഷം തന്ന് കൊല്ലാൻ നോക്കിയ നീ പറ പെട്ടെന്ന്. ജാസിന് എന്നിട്ട് അതിലില്ലാത്ത ജാസി എന്റെ കാല് പിടിച്ചിട്ട് ഞാനാന്ന് കുത്തി കയറ്റിയ പേയ്മെന്റ് ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ലാസ്റ്റ് സംസാരിച്ചിട്ട് അയാളെന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുക്കാന്നവരെ പറഞ്ഞതാണ്. എന്നിട്ട് ജാസി എന്താക്കിയത്, ഇവർ അതിൽ കയറ്റി ലാസ്റ്റ് അനക്കിട്ടാണ് പണി വന്നത്. ലാസ്റ്റ് ക്ലൈമാക്സ് ഷൂട്ടിന്റെ സമയത്ത് ഇതിന്റെ കാര്യങ്ങൾ മൊത്തം മുന്നിനെ ഏൽപ്പിച്ചിട്ടുണ്ടായത്. ആടെ ഇവരെ കാര്യങ്ങൾ നോക്കാനും ആ പ്രൊഡ്യൂസറും ഇതുവരെയായിട്ടുള്ള ടോക്കും എല്ലാം മുനുവാ. ഓക്കെ, അതിൽ നിന്ന് ആ സിനിമന്റെ ഏതെങ്കിലും ഒരു പൈസ എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന? ഒരിക്കലും ഇല്ല. ഏതെങ്കിലും ഇവരെ പൈസ എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ടാടാ പൈസ വന്ന്, ഇവരെന്തെങ്കിലും പൈസ എന്റെ കയ്യിലേക്ക് ഇതുവരെ വന്നായിട്ട് നിങ്ങൾക്ക് അറിയോ? അവർക്ക് ഒരു പ്രൂഫെങ്കിലും കാണിക്കാൻ പറ്റുമോ?
എങ്ങനെ നീ എന്നല്ലേ ഇതിന് മുമ്പും കുറെ കാര്യങ്ങൾക്ക് നീ എന്നല്ലേ പ്രശ്നങ്ങൾ തീർക്കാൻ കൊടുത്തത്. എത്ര പ്രശ്നങ്ങൾ ഇവരെ അതെല്ലാം അതിലേക്കെല്ലാം ഞാൻ വരുന്നുണ്ട് വെയിറ്റ് ആക്ക്. അതിൽ സ്കാമിന്റെ കഥകൾ കുറെ വരാണ്ട്, എന്താ പറയാ സ്കാമിന്റെ കഥകൾ വരാണ്ട്. ഷൂട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ എന്താ പറയാ വണ്ടി അയച്ച് ഇവരെന്താ പറയുക പൈസ കൈമ കിട്ടിയാലേ വരൂ, 1.5 ലക്ഷം റുപ്യ വേണമെന്ന് പറഞ്ഞു. 1.5 ലക്ഷം റുപ്യ ബ്ലാക്ക് മെയില് പ്രൊഡ്യൂസർ വിളിച്ച് ഭീഷണിപ്പെടുത്താം. 4 ആള് കാണാത്ത പടം ഓടാത്ത പടമായിരിക്കും, അതൊന്നും അനക്കറേണ്ട ആവശ്യമില്ല, എനിക്ക് പൈസ കിട്ടിയാലേ ഞാൻ വരൂ. ഇങ്ങനെ പൈസ ഇല്ലെങ്കിൽ പ്രൊഡ്യൂസർ ഇതിന്റെ പടം ചെയ്യുന്നു, പൈസ കിട്ടാണ് ഞാൻ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാം അടുക്കട്ടെ. ഇവരെ ഈ നേച്ചറാണ് ഞാൻ പറയുന്നത്. എനിക്ക് സംഭവിച്ച അതേ സാധനമാണ് അവിടെ സംഭവിച്ചത്. അതായത് ഡ്രഗ് ഉപയോഗിക്കുന്നു, ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു, ഭീഷണിപ്പെടുത്തുന്നു. മനസ്സിലായോ? അവിടെ പോയിട്ട് അവിടെ അവര് ഉപയോഗിച്ചിട്ടുണ്ടെന്നെ സംസാരിച്ചതിനാണ് ഞാൻ കേട്ടെ. ജാസിക്ക് അവിടെ പോകുമ്പോ എനിക്ക് പൈസ ഉണ്ടെന്ന് പറഞ്ഞാ സിനിമയില് ഇല്ല, ജാസിക്ക് 1 ഉറുപ്പിക ഇല്ല. ജാസിന് ഇവർക്ക് പൈസ ഇല്ലാണ്ടാണ് ഇവർ അങ്ങോട്ട് വിളിച്ചത്. ഓക്കെ, സിനിമയിൽ അഭിനയിക്കാന്നുള്ള അത്രയും വലിയൊരു ചാൻസ് അവർക്ക് കിട്ടുന്നത്. മനസ്സിലായോ? എന്നിട്ട് അല്ല നിക്ക്, ഇവന്മാരിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കയറ്റി കൊടുത്തിട്ട് സിനിമ പകുതി എടുത്തല്ലോ, ഇനി അവരില്ലാണ്ട് എടുക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വന്നപ്പോൾ പ്രൊഡ്യൂസറിനെ ഭീഷണിപ്പെടുത്താം. ഇതെല്ലാം ഞാൻ ഒരു കാര്യം ഇതെല്ലാം പ്രൂഫ്ഡാണ്. നമ്മളൊരു സിനിമ ഇൻഡസ്ട്രി, ഒരു ഫുൾ മൂവിന്റെ ക്രൂവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇതൊന്നും ഫേക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ആ സിനിമ സൈറ്റിൽ എത്ര ആൾക്കാരുണ്ടായിരുന്നോ എത്ര പ്രൊഡ്യൂസർമാർ, എത്ര പ്രൊഡക്ഷൻ കൺട്രോളർമാർ, എല്ലാവർക്കും അറിയുന്ന കാര്യം ഇവിടെ പറയുന്നത്. ഓക്കെ, തന്തരാതെ റൂമിൽ പോയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടിയാക്കാൻ അനക്ക് എത്ര തന്തുണ്ടെന്ന് ചോദിച്ചിട്ട് മമ്മു അല്ല എന്തിനാ അടിയായത് അതും കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ. ആടെ അവര് കഞ്ചാവ് ഉപയോഗിച്ചതിന് ഞാൻ ചോദ്യം ചെയ്തതെന്ന് എന്നെ പിടിച്ച് നിനക്ക് എത്ര തന്തുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് അടിയാക്കിയത്. എന്നിട്ടോ ആ പ്രശ്നങ്ങൾ മൊത്തം ഇപ്പോ ലാസ്റ്റ് പ്രൊഡ്യൂസറായിട്ട് ഇതായത് ഞാനല്ല കൊടുത്തിന് കാസ്റ്റ് ചെയ്തിട്ട് ഞാനാണ് പ്രൊഡ്യൂസറോട് സമാധാനം പറയേണ്ടി വന്നത്. 1.5 ലക്ഷം റുപ്യ കുത്തിപ്പിടിച്ചു വാങ്ങിയത്.